അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, അതായത് ബംഗ്ലാദേശ് അതിർത്തിയുടെ സുരക്ഷ, നമ്മുടെ നോട്ടം എങ്ങനെയാകണം എന്നതാണ് ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ വിഷയമായി മാറുന്നത്. നോക്കൂ, മമതയുടെ ഭരണവുമൊക്കെ ചോദ്യചിഹ്നമാകുന്നത് ഇവിടെയല്ലേ? അല്ല, ഇവിടെ നമ്മളെ പട്ടാള ഉദ്യോഗസ്ഥൻ ശ്രീ ബാലൻ സാർ പറഞ്ഞത് ഒരു വലിയ പോയിന്റ് ഉണ്ട്. നമ്മൾ പാസ്പോർട്ട് ആധാറുമായി ബന്ധപ്പെടുത്തി, ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധപ്പെടുത്തി, ഡ്രൈവിംഗ് ലൈസൻസ് ആധാറുമായി ബന്ധപ്പെടുത്തി, പക്ഷെ നമ്മളുടെ വോട്ടർ ID ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. അത് വലിയൊരു വിഷയമാണ്. അടിയന്തരമായി നമ്മുടെ വോട്ടർ ID സമ്പൂർണമായും ആധാറുമായി ബന്ധപ്പെടുത്തണം. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്, പക്ഷെ അത് മുഴുമിക്കണം. പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിൽ ആദ്യം ചെയ്യണം. അതുപോലെ തന്നെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ അത് ചെയ്യണം. കാരണം ഇവിടങ്ങളിലൊക്കെയാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ വന്ന് തമ്പടിക്കുന്നത്. അതുകൊണ്ട് ആധാർ കാർഡുമായി വോട്ടർ ID ബന്ധപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നം, അത് വോട്ടെടുപ്പിനെ ബാധിക്കും. നമ്മളിപ്പോൾ എലക്ഷൻ നടത്തി ഭൂരിപക്ഷം കിട്ടുന്ന ആളുകളാണ് രാജ്യം ഭരിക്കുന്നത്. അവിടെ പോലും ഇത്തരത്തിലുള്ള ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകൾ വരാതിരിക്കണം. അതുകൊണ്ട് നമ്മുടെ വോട്ടർ ID-യും ആധാർ കാർഡും അടിയന്തരമായി ബന്ധിപ്പിക്കണം. അതാണ് ഏറ്റവും സ്പീഡിൽ നടക്കേണ്ട ഒരു വലിയ പ്രവൃത്തി. അതൊരു എന്താ പറയാ, അതിർത്തിയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്ന പ്രവൃത്തിയാണ്. വോട്ടർ പട്ടിക സംരക്ഷിക്കുന്ന പ്രവൃത്തി മാത്രമല്ല, സുതാര്യമാക്കുന്ന പ്രവൃത്തി മാത്രമല്ല, രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഏറ്റവും എന്താ പറയാ അത്യന്താപേക്ഷികമായ ഒരു പരിപാടിയാണ് ഈ വോട്ടർ പട്ടികയും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് അത് നടക്കണം. അതോടൊപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് റിലയന്റ് ആയ ഒരു സൈനിക നയം, സെൽഫ് റിലയന്റ് ആയ ഒരു എന്താ പറയാ വിദേശ നയം, ഇതൊക്കെ നമ്മൾ നടപ്പിലാക്കണം. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത്, ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ, സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ, ഇവരൊക്കെ കുറച്ചുകൂടി പ്രാഗ്മാറ്റിക് അപ്രോച്ച് ഉള്ളവരാണ്. ഈ ഇംഗ്ലണ്ടിന്റെയും ഈ US-ന്റെയും ഒക്കെ ഈ എന്താ പറയാ സെൽഫിഷായ അപ്രോച്ച് അല്ല. ഓസ്ട്രേലിയയും സിംഗപ്പൂരും ജപ്പാനും സൗത്ത് കൊറിയയും ഒക്കെ കുറച്ചുകൂടി പ്രാഗ്മാറ്റിക് ആണ്. കാരണം അവരിതിനെ വളരെ സത്യസന്ധമായി ഇതിനെ വിലയിരുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഈ അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെയും പ്രവർത്തനത്തെ നേരിടാനും അതിനെ തുറന്നു കാണിക്കാനും നമുക്ക് സാധിക്കണം. പിന്നെ ഇവിടെ ഈ ട്രംപിന്റെ വിടുവായത്തത്തെ പറ്റി പറഞ്ഞു. അതിന് നല്ല മറുപടി ശശി തരൂർ കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത ദിവസം ശശി തരൂര് നല്ല അസ്സല് മറുപടിയാണ് കൊടുത്തത്. ഞാൻ 4 അമേരിക്കൻ പ്രസിഡന്റുമാരായി സംസാരിച്ചിട്ടുണ്ട്. ബുഷ് 2-ാമനും ബുഷ് 1-ാമനും, ഒബാമയും അതുപോലെ തന്നെ ബൈഡനും ഒക്കെ ആയിട്ട്. അവരൊക്കെ കുറച്ച് ക്ലാസ് ഉള്ള ആൾക്കാരായിരുന്നു. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ ജെന്റിൽമാനിൽ, ഈ മാന്യനിൽ അത് കാണുന്നില്ല എന്ന് വളരെ പരസ്യമായി ശശി തരൂർ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ട്രംപിനെയും അമേരിക്കയെയും UK പോലുള്ള രാജ്യങ്ങളെ നേരിടണം. അവർ ഇരട്ടത്താപ്പുള്ളവരാണ്. അവർക്ക് അവരുടെ കച്ചവട താല്പര്യമാണ് വലുത്. അവരുടെ ആയുധം വിറ്റ് പോകണം. അവരുടെ വലിയ ആയുധം വാങ്ങുന്ന രാജ്യമായിരുന്നു പാകിസ്ഥാൻ. പക്ഷെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ലാത്തത് കൊണ്ട് പാകിസ്ഥാൻ ഇപ്പൊ പഴയ പോലെ ആയുധം വാങ്ങിക്കൂട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള അതിശക്തമായ നമ്മുടെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്ന നടപടി നയതന്ത്ര മേഖലയിലും സൈനിക മേഖലയിലും ആഭ്യന്തര സുരക്ഷാ മേഖലയിലും അതിശക്തമായി നടപ്പിലാക്കാൻ ഇന്ത്യക്ക് സാധിക്കണം.